ജീവനുള്ള ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന വചന സന്ദേശം. പ്രശസ്ത സുവിശേഷകൻ ബ്രദർ സുരേഷ് ബാബു നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം നീ, നാഥൻ നീ, എല്ലാം നീ യേശുവേ. നന്മദീപം നീ, ഈ ലോകം നിൻ സൃഷ്ടിയാണ് യേശുവേ. എന്റെ ദൈവം നീ, നാഥൻ നീ, എല്ലാം നീ യേശുവേ. ദീപം നീ, ഈ ലോകം നിൻ സൃഷ്ടിയാണ് യേശുവേ. നിന്റെ വചനമെന്റെ ജീവൻ, നിൻ വെളിച്ചമെന്നുമെനിക്ക്. നിന്റെ വചനമെന്റെ ജീവൻ, നിൻ വെളിച്ചമെന്നുമെനിക്ക്. നീ രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യനായി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുകയും ചെയ്യുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ വചന സന്ദേശത്തിലേക്ക് ടോർച്ച് ഔട്ട് ട്രൂത്ത് കുടുംബം നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഇന്ന് പകലും നമുക്കായി ജീവിക്കുന്നവൻ അത്രേ. സഹോദരങ്ങളെ, മനുഷ്യ ശബ്ദം കേട്ട് ഭയപ്പെടരുതേ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ബലപ്പെടുക. മനുഷ്യൻ തിന്മയ്ക്കായി നിന്നെ കരയിപ്പിപ്പാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ദൈവം നന്മയ്ക്കായി നിന്നെ ആശ്വസിപ്പിപ്പാൻ, നിന്നെ ഉയർത്തുവാൻ നിന്നോട് സംസാരിക്കുന്നവൻ അത്രേ. ദൈവ ശബ്ദത്തിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരികാം. 1 തിരുവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാട്ടെ. 1 തിരുവൃത്താന്തങ്ങൾ പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഈ പ്രകാരം പറയുന്നു. യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേര് ഇട്ടു. യബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് നീ എൻ്റെ അതിർ വിസ്താരമാക്കി നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ജസ്റ്റ് 2 വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ചിത്രം സമ്പൂർണ്ണമായി പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ അത് വരച്ച് കാട്ടിയിരിക്കുകയാണ്. 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ യേശു കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തെയും ശുശ്രൂഷയെയും കുറിച്ച് തിരുവചനം അതേ നമ്മോട് സംസാരിക്കുന്നു. പഴയ നിയമത്തിൽ യാക്കോബിനെ കുറിച്ച് 35 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അധ്യായങ്ങളിൽ അല്ല, പുസ്തകങ്ങളിലുമല്ല, പ്രത്യുത 2 വാക്യങ്ങളിൽ ഒരു മനുഷ്യനെക്കുറിച്ച്, കരയുന്ന ഒരുവനെക്കുറിച്ച്, വ്യസനിക്കുന്ന, നിങ്ങളെപ്പോലെ ദുഃഖിക്കുന്ന ഒരുവനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വചനം പറയുന്നു, അവൻ്റെ പേരത്രേ യബേസ്.
എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ വിദ്യാഭ്യാസമോ കുടുംബമോ കുലമോ അല്ല അവനെ മാന്യനാക്കിയത്, പ്രത്യുത ദൈവമത്രേ അവനെ മാന്യനാക്കിയത്. അപമാനിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ ഈ 2009 വർഷത്തിൽ ദൈവം ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന നിന്നെ മാന്യനാക്കുവാൻ വേണ്ടി പോകുന്നു. നിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തല ഉയർത്തിയ വിഷയങ്ങളിൽ ഈ നാളുകളിൽ നിന്നെ തല ഉയർത്തിപ്പിപ്പാൻ തക്കുണം ദൈവത്തിൻ്റെ കരം നിന്നെ പിടിക്കുവാൻ വേണ്ടി പോകുന്നു. വേദപുസ്തകം പറയുന്നു, യബേസിനെ അപമാനത്തിലേക്ക് അഥവാ യബേസിനെ വേദനയിലേക്ക് തള്ളിയിട്ടത് ശത്രുക്കൾ അല്ല, സ്വന്തം അമ്മ അത്രേ. അമ്മ അവനെ നോക്കി ഇപ്രകാരം അവനെ പേരിട്ടിരിക്കുന്നു, യബേസ്. ആ യബേസ് എന്ന വാക്കിന് അർത്ഥം ദുഃഖപുത്രൻ എന്ന് അത്രേ. അന്ന് മാത്രമല്ല, ഇന്നും അത് കുഞ്ഞുങ്ങൾക്ക് പേര് ഇടുമ്പോൾ അതൊരു പ്രവചന ശബ്ദത്തിന് തുല്യമത്രേ. അമ്മ അവനെ നോക്കി ഇങ്ങനെ വിളിച്ചിരിക്കുന്നു, യബേസ്, നീ ഒരു ദുഃഖത്തിൻ്റെ മകൻ, നീ ഒരു വ്യസനപുത്രൻ. അതിനർത്ഥം നീ എന്നും കരയും, നീ എന്നും വേദനിക്കും, നിനക്ക് എന്നും ഒരു വേദനയുടെ കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്നും നിനക്ക് വേദനിപ്പാൻ, നിന്നെ കരയിപ്പിപ്പാൻ വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കടലിൽ നിന്ന് തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുന്നത് പോലെ ഒന്നിനെ പറയെ ഒന്നായി യബേസ് എന്നും നിന്റെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടായിരിക്കും. അമ്മ അവനെ നോക്കി പറയുന്നു, നീ ഒരു കണ്ണുനീരിൻ്റെ മകൻ ആയിരിക്കും. അമ്മ അവനെ നോക്കി പറയുന്നു, നീ ഒരു വ്യസന പുത്രൻ ആയിരിക്കും. അങ്ങനെ ആശ്വസിപ്പിക്കേണ്ടവർ, അവൻ്റെ മുറിവ് കെട്ടേണ്ടവർ അവനെ ഇതാ മുറിച്ചിരിക്കുന്നു. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ അതല്ലേ നടക്കുന്നത്? ആരോ പറയുന്നു, എന്നെ അണക്കേണ്ടവർ എന്നെ അടിച്ചു, എന്നെ ആശ്വസിപ്പിക്കേണ്ടവർ എന്നെ തകർത്തു. അമ്മ യബേസിനെ നോക്കി പറയുന്നു, നീ എന്നും ഒരു ദുഃഖപുത്രൻ ആയിരിക്കും. അണക്കേണ്ടവർ തള്ളിയപ്പോൾ അവൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടി. ഈ ദിവസം സഹോദരങ്ങളെ, മനുഷ്യ സഹായം ഒരു പരിധിവരെ മനുഷ്യൻ നിനക്ക് അളന്ന് നൽകുമ്പോൾ കേൾക്കണമേ, ദൈവം നിനക്ക് അളവ് കൂടാതെ സഹായിക്കുന്നവൻ അത്രേ. അവൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഇന്നും പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ കർത്താവ് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരും. ലോകം മുഴുവൻ നിന്നെ നോക്കി നീ തീർന്നു, തകർന്നു, അവസാനിച്ചു എന്ന് പറഞ്ഞാലും നീ പ്രാർത്ഥിക്കുന്നവനാണോ, നിശ്ചയമായി നീ ഇന്ന് വ്യസനിക്കുന്ന വിഷയത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. യബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. 4 കാര്യത്തിന് വേണ്ടി അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യിരെമ്യാ പ്രവചനം 33 അധ്യായം അതിൻ്റെ 3 വാക്യം വായിക്കുമ്പോൾ, അതെ, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരം അരുളും എന്ന് കർത്താവ് പറഞ്ഞു. സങ്കീർത്തനം 65 ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. പ്രാർത്ഥന കേട്ട് മിണ്ടാതിരിക്കുന്നവൻ അല്ല ദൈവം, നമ്മുടെ ദൈവം. പ്രാർത്ഥന കേട്ട് അവൻ അത്ഭുതങ്ങൾക്ക് മീതെ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ അത്രേ. വേദപുസ്തകം പറയുന്നു, യബേസ് 4 കാര്യങ്ങൾക്കായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അമ്മ പോലും അവനെ നോക്കി കരയുമെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യകരം താണുപോയതായ ആ സന്ദർഭത്തിൽ പ്രാർത്ഥന കേട്ട് മിണ്ടാതിരിക്കുന്നവനല്ല, പ്രാർത്ഥന കേട്ട് അത്ഭുതങ്ങൾക്ക് മീതെ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് അവൻ കടന്നുപോയി. ഈ ദിവസം നീ പ്രാർത്ഥിക്കുന്നു എങ്കിൽ മനസ്സിലാക്കണം, ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയാത്തൊരു രോഗമില്ല, ദൈവത്തിന് മാറ്റുവാൻ കഴിയാത്തൊരു ശാപമില്ല, ദൈവത്തിന് തകർക്കുവാൻ കഴിയാത്തതായ ഒരു ബന്ധനവും ഇല്ല. പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ നിശ്ചയമായി മാറുക തന്നെ ചെയ്യും. ഈ ദിവസം നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയാത്തൊരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിനും നൽകുവാൻ ദൈവത്തിന് നിശ്ചയമായി കഴിയും. വചനം പറയുന്നു, യബേസ് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നുപോയി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് യാക്കോബ് എന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്നു? ഒരു വ്യക്തി യാത്രേ. ഈ യാക്കോബിനെ ഇസ്രായേലാക്കി തീർത്ത വ്യക്തി രൂപാന്തരം വരുത്തിയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോയി അവൻ പ്രാർത്ഥിച്ചു. കാരണം അവനും ഒരു വ്യത്യാസം വേണം. കർത്താവേ, ഉപായിയായിരുന്നതായ യാക്കോബിനെ ദൈവത്തിന്റെ പ്രഭുവായ ഇസ്രായേലാക്കി തീർത്തവനായ ദൈവമേ, അങ്ങേ അറ്റത്ത് കിടന്നവനെ ഇങ്ങേ അറ്റത്ത് കൊണ്ടുവന്ന കർത്താവേ, നിന്റെ അടുക്കലേക്ക് ഞാൻ അടുക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് യബേസൻ കടന്നുപോയി അവൻ പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യാക്കോബ് ഒരു ദിവസം ഒരു രാത്രിയിൽ ദൈവത്തിന് മുൻപിൽ മസിൽ പിടിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, കണ്ണുനീർ കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു എന്ന് സാരം. ഹോശിയ പ്രവചനം 12 അധ്യായം 3-4 വാക്യങ്ങൾ
എങ്ങൾ തിരുവചനം ഇപ്രകാരം പറയുന്നു, ഉഷസാകുവോളം ആ രാത്രിയിൽ അവൻ ഒറ്റയ്ക്ക് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മറുകര കടത്തി ഒറ്റയ്ക്ക് ദൈവത്തിന് മുൻപിൽ കരഞ്ഞു. കൂട്ടായ്മകൾ ആവശ്യം, സഭകൾ നല്ലത്. കൂട്ടായ്മയും സഭയുമില്ലാതെ എനിക്കും നിങ്ങൾക്കും വളരുവാൻ കഴിയത്തില്ല. എന്നാൽ എപ്പോഴാണോ ആശ നശിച്ച് വേദനയോടെ എവിടെയാണോ ദൈവത്തിന്റെ ജനം ഒറ്റയ്ക്ക് കരയുന്നത്, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത്, സുനിശ്ചയം അവിടെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. യാക്കോബും ഒരു രാത്രി മുഴുവൻ ഒറ്റയ്ക്ക് ദൈവത്തിന് മുൻപിൽ കരഞ്ഞപേക്ഷിച്ചപ്പോൾ യാക്കോബ് എന്ന സ്ഥാനത്ത് നിന്ന് ഇസ്രായേലിന്റെ പ്രഭുവായി ദൈവം അവന് പ്രമോഷൻ നൽകിയെങ്കിൽ ഈ ദിവസവും ഒറ്റയ്ക്ക് കരയുന്ന ഓരോ സഹോദരനോട്, ഓരോ സഹോദരിയോട് നോക്കി ഈ പ്രഭാതത്തെ ഞാൻ വിളിച്ചു പറയട്ടെ, 2009 ഓരോ മാസവും നിനക്ക് ഡിമോഷന്റെ മാസങ്ങളല്ല, പ്രമോഷന്റെ മാസങ്ങൾ അത്രേ, ഉയർച്ചയുടെ മാസങ്ങൾ അത്രേ. നിന്റെ ജീവിതത്തിൽ അതേ വലിയൊരു വ്യത്യാസം ദൈവം നൽകുവാൻ വേണ്ടി പോകുന്നു. പതറാതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാട്ടെ, പതറാതെ ദൈവത്തിന് മുൻപിൽ കണ്ണുനീര് പൊഴിച്ചാട്ടെ. വേദപുസ്തകം പറയുന്നു, യാക്കോബ് ദൈവത്തിന്റെ മുൻപിൽ അതേ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ ഇസ്രായേലാക്കി. അതേ ദൈവത്തിന്റെ അടുക്കിലേക്ക് യബേസും കടന്നുപോയി. ഇങ്ങനെ പറഞ്ഞു കാണും, കർത്താവേ, എന്നെ വേദനയോടെ പ്രസവിച്ച ആശ്വസിപ്പിക്കേണ്ട എൻ്റെ അമ്മ തന്നെ എന്നെ നോക്കി പറഞ്ഞിരിക്കുന്നു, ഞാനൊരു വ്യസനപുത്രൻ, ഞാനൊരു യബേസ്, ഞാൻ എന്നും കരയുന്ന ഒരു വ്യക്തി. ദൈവത്തിന് മുൻപിൽ അവൻ പ്രാർത്ഥിച്ചു. 4 കാര്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒന്നാമത് പ്രാർത്ഥിച്ചത്, ദൈവമേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ഈ ദിവസം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? ഈ പുതിയ വർഷത്തിൻ്റെ 1-ാമത്തെ മാസത്തിൽ, കർത്താവേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ദൈവം ശപിക്കുന്നവനല്ല, ദൈവം അനുഗ്രഹിക്കുന്നവനത്രേ. തിരുവചനം പറയുന്നു, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഹോരേബ് പർവ്വതത്തിൽ, സീനായ് പർവ്വതത്തിൽ ദൈവം വന്ന് നിന്നിട്ട് ആ പർവ്വതത്തിന്മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നിറങ്ങിയിട്ട് ദൈവം ശാപം പറഞ്ഞു. ഹോരേബ് പർവ്വതത്തിലും സീനായ് മലയിലും ദൈവം ശാപം പറഞ്ഞു എങ്കിൽ കാൽവരി വരയിൽ കർത്താവ് യേശു ക്രിസ്തു എനിക്കും നിനക്ക് വേണ്ടി മരിച്ചപ്പോൾ അവൻ മുൾക്കിരീടം ചൂടി അവൻ ശാപത്തെ ഏറ്റെടുത്തു. ദൈവം സ്തോത്രം ശപിക്കുന്നവൻ അല്ല, ദൈവം അനുഗ്രഹിക്കുന്നവൻ അത്രേ. എന്തുകൊണ്ട്? യേശു നമ്മുടെ ശാപം ഏറ്റെടുത്തത് കൊണ്ട്. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ പറയുന്നു, അബ്രഹാമിന് വരേണ്ട സകല അനുഗ്രഹവും ക്രിസ്തു യേശുവിൽ ദൈവം നമുക്ക് നൽകുന്നു. ഈ ദിവസം വ്യസന നിമിത്തം, ശാപനിമിത്തം ആയിരിക്കുന്നവരെ, ശാപനിമിത്തം വ്യസനത്തോടെ ആയിരിക്കുന്നവരെ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ. ഈ വർഷത്തിൽ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ. രണ്ടാമതായി യബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, കർത്താവേ, നീ എൻ്റെ അതിരിനെ വിശാലമാക്കണമേ. സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മീയത്തിൻ്റെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നിങ്ങളുടെ സമാധാനത്തിൻ്റെ, നിങ്ങളുടെ ഭൗതികത്തിൻ്റെ സകല കാര്യങ്ങൾക്കും ഓരോ അതിരുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും നോക്കി, ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ വിളിച്ചു പറയുന്നു, ഞാനും നീയും സേവിക്കുന്ന ദൈവം അതിർത്തികൾ ഇല്ലാത്തവൻ അത്രേ. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം 23-24 വാക്യങ്ങൾ, സങ്കീർത്തനം 139 8 മുതൽ 12 വരെ, അവിടെയൊക്കെ വേദപുസ്തകം പറയുന്നു,